ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ല എന്ന് കണ്ടെത്തിയ ഡി മണിയുടെ പ്രതികരണം 24-ൽ വന്നിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല. SIT മികച്ച രീതിയിലാണ് അന്വേഷണം നടത്തിയതെന്നും ഡി മണി ഞങ്ങളുടെ പ്രതിനിധി രാഹുൽ വിജയനോട് പറഞ്ഞു. പ്രതികരണത്തിലേക്ക് இல்ல எனக்கு எது இல்ல அது மட்டும் நியூஸ் எனக்கு போடுங்க. அதாவது எது இல்ல அவரு மாத்தி பண்ணிட்டாங்க. அது வந்து அவங்களும் எது என்னை டீச் பண்ணல. நல்லா ரொம்ப மரியாதையா ரொம்ப நீட்டா டீச் பண்ணாங்க. அது எந்த இதுவும் இல்ல. இது ஏதோ தப்பு நடந்துச்சு அவ்வளவுதான். ஆனா எனக்கும் இதுக்கு எந்த சம்பந்தமே இல்ல. அது மட்டும் போட்டுருங்க. எதுவுமே இல்ல. எந்த பிரச்சனையும் SIT எனக்கு சொல்லவே இல்லை. எந்த இதுன்னு சொல்லிட்டாங்க. ஒன்றும் பிரச்சனை இல்லை. என்னோட பாஸ்போர்ட் கொடுத்துட்டேன், என்னோட அக்கௌண்ட் கொடுத்துட்டேன், என் டீட்டெயில் கொடுத்துட்டேன், எல்லாமே கொடுத்துட்டேன் அவங்ககிட்ட. அதாவது ஒண்ணுமே இல்லாம குற்றம் அனுபவிச்சுக்கிட்டு இருக்க ஒரு ஆள் நானு. நம்ம மீடியாவும் கேரளா மீடியா என்ன ரொம்ப தப்பா போட்டீங்க. அது வேண்டாம்னு சொல்லுங்க ரைட்டா. நானும் உங்க சாமானியன ஒரு பத்திரிகை மீடியேட்டு, நானும் ஒரு மீடியா ரைட்டா. எனக்கு என்னோட பேரு ஃபுல் நேம் சுப்பிரமணி. அது ஷார்ட்டா என்னோட MS மணி தான் தினங்களுக்கு ஃபுல்லா தெரியும். രാഹുൽ വിജയൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. രാഹുൽ, ഈ ഡി മണി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു. യാതൊരു ബന്ധവും ഇതുമായി ഇല്ല, അതൊക്കെ SITക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം കേരളത്തിലെ മാധ്യമങ്ങൾ എന്നെ വലിയൊരു തെറ്റുകാരനായി ചിത്രീകരിച്ചു. പേര് സുബ്രഹ്മണ്യം മണി എന്നാണ്, MS മണി എന്നാണ് അറിയപ്പെടുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? അദ്ദേഹത്തിന്റെ നിരപരാധിത്വം ഇപ്പോൾ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണോ ഡി മണി പറഞ്ഞത്? ഇതിൽ SIT അദ്ദേഹത്തോട് എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി? ഇപ്പോൾ നൽകിയിരിക്കുന്ന SITയുടെ റിപ്പോർട്ടിലും ഡി മണിക്ക് ഇതുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളതായി തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് SIT പറഞ്ഞിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ രാഹുൽ? ആദ്യം തന്നെ ഡി മണി അല്ല, താൻ MS മണിയാണ് അല്ലെങ്കിൽ M സുബ്രഹ്മണ്യാണ് എന്ന് ആവർത്തിക്കുകയാണ് എന്തായാലും മണി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തനിക്ക് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല. അന്ന് നമ്മൾ ഇദ്ദേഹത്തിന്റെ പ്രതികരണം ഡിണ്ടിഗലിൽ പോയി തേടുമ്പോൾ പറഞ്ഞ എന്ത് കാര്യമാണോ അതേ കാര്യം തന്നെ അദ്ദേഹം ഇപ്പോഴും പറയുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനമായും പറയേണ്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. തന്നെ ഈ കേസുമായി ആരോ മനഃപൂർവ്വം ബന്ധപ്പെടുത്തിയതാണ്. അനാവശ്യമായിട്ട് തന്നെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുകയായിരുന്നു. താൻ തമിഴ്നാട്ടിലെ ഒരു മാധ്യമ പ്രവർത്തകനായിട്ട് കൂടി പ്രവർത്തിക്കുന്ന ആളാണ്. അതിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും വ്യവസായിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് തനിക്കറിയില്ല. ഈ വിവാദ വ്യവസായി അല്ലെങ്കിൽ തനിക്കെതിരെ മൊഴി കൊടുത്ത വ്യവസായിയുമായിട്ട് തനിക്ക് ഒരു തരത്തിലുള്ള അടുപ്പവുമില്ല അല്ലെങ്കിൽ ആത്മബന്ധമില്ല എന്നുള്ളതാണ് ഈ മണി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. SIT വളരെ മാന്യമായി തന്നെ തന്നോട് പെരുമാറി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അവരാവശ്യപ്പെട്ട രേഖകളെല്ലാം, ബാങ്ക് രേഖകൾ ആവശ്യപ്പെട്ടിരുന്നു, അത് കൊടുത്തു. അതുപോലെ തന്നെ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു, അതെല്ലാം കൈമാറുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് തനിക്ക് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് MS മണി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. തന്നെ കൊടുക്കുന്നതിന് വേണ്ടി ആരെങ്കിലും മനഃപൂർവ്വമായിട്ട് ശ്രമിച്ചതാണോ എന്ന സംശയം തനിക്കുണ്ട്. ഏതെങ്കിലും തരത്തിൽ കൂടുതൽ നിയമ നടപടികളിലേക്ക് താൻ ഇനി മുന്നോട്ട് പോകാനില്ല. തന്നെ ചേതോവധം ചെയ്യുന്ന വിധത്തിലുള്ള ശ്രമം പല മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എങ്കിൽ കൂടിയും അത്തരം നിയമ നടപടികളിലേക്കൊന്നും താൻ പോകുന്നില്ല. നിലവിൽ ഇതാണ് സത്യം. തനിക്ക് ഏതെങ്കിലും തരത്തിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടായിരിക്കാം ഇതിൽ ഇപ്പോൾ M സുബ്രഹ്മണ്യം മണി എന്ന് പറയുന്ന മണി, MS മണിയുടെ പേര് ഇതിലേക്ക് വലിച്ചിഴക്കപ്പെട്ടിട്ടുണ്ടാവുക എന്നാണ് അദ്ദേഹം കരുതുന്നത്? താൻ അവിടെ അറിയപ്പെടുന്ന ഒരാളാണ്, ഡിണ്ടിഗലിൽ അറിയപ്പെടുന്ന ആളാണ്, തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന ആളാണ്, മാധ്യമ പ്രവർത്തകനായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. ഇതിന്റെ ഭാഗമായിട്ട് തനിക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എതിർപ്പ് ചില ആളുകൾക്കുണ്ടാകാം. അതിന്റെ ഭാഗമായിട്ട് തന്നെ മനഃപൂർവ്വം ഇതിലേക്ക് കൊണ്ടുവന്നതാണോ എന്നൊരു സംശയം തനിക്കുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മറ്റേതെങ്കിലും തരത്തിൽ ഇതിനെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധിപ്പിക്കാനോ അല്ലെങ്കിൽ തനിക്ക് കേരളവുമായി ഏതെങ്കിലും തരത്തിൽ ഇടപാടുകൾ ഉണ്ട് എന്ന് ബന്ധിപ്പിക്കാനോ പാകത്തിനുള്ള ഒരു കണക്ഷൻസും ഒരു വ്യവസായവുമായിട്ട് തനിക്ക് ബന്ധമില്ല. ഈ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ താൻ ഇവിടെ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട്, മാത്രമല്ല ഒരു അറിയപ്പെടുന്ന ആളായതുകൊണ്ട് തനിക്കെതിരെ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അസൂയകൾ ഉണ്ടാകാം. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ കേസുമായി അനാവശ്യമായി ബന്ധപ്പെടുത്തിയതാകാം എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും മണി പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ക്ലീൻ ചിറ്റ് കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഇനി പ്രതികരിക്കാനില്ല. ക്യാമറയ്ക്ക് മുന്നിൽ താൻ പ്രതികരിക്കാനുമില്ല. 24 ആയതുകൊണ്ട് മാത്രം പ്രതികരിച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കൂടുതൽ നിയമ നടപടികളിലേക്ക് പോകുന്നില്ല, സന്തോഷം എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. രാഹുൽ വിജയൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്. ഡി മണിയുമായി രാഹുൽ വിജയൻ സംസാരിച്ചു. അതിൽ മണി പറയുന്നത് തന്റെ പേര് M സുബ്രഹ്മണ്യം മണി, MS മണി എന്നാണ് താൻ അറിയുന്നത്. ഡിണ്ടികളിൽ അറിയപ്പെടുന്ന ഒരാളാണ്. ഏത് തരത്തിലാണ് തന്നെ ഈ കേസുമായി ബന്ധപ്പെടുത്തിയത് എന്ന് അറിയില്ല. മാധ്യമപ്രവർത്തകനായി ജോലി ചെയ്തിട്ടുണ്ട്. ആ ബന്ധം അതുമായി ബന്ധപ്പെട്ടായിരിക്കാം ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉണ്ടായത്. കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെ വളരെ മോശമായി ചിത്രീകരിച്ചു എന്ന കാര്യവും അദ്ദേഹം രാഹുൽ വിജയന് നൽകിയ പ്രതികരണത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.